കലിപ്പന്റെ കുറുമ്പി പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ജനലഴികൾക്കുള്ളിലൂടെ വീശിയടിച്ച തെന്നൽ അവളുടെ കൺപോളകളെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരുന്നു. കൈവിരലുകൾക്കിടയിൽ അലസമായി ഊർന്നിരുന്ന സാരി തലപ്പുകൊണ്ടവൾ ദേഹം കുറുകെ മൂടാനൊരു വിഫല ശ്രമം നടത്തി. മുറുകെ പിടിച്ചിട്ടും കാറ്റിന്റെ ഗതിക്ക് മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു. വിടർന്ന ചുണ്ടുകളിലും കവിളകളിലുമായി പടർന്നു കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി തണുപ്പിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവൾ പുറംകാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്നു. ചാരു, അമ്മ വിളിച്ചിരുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത? അപ്പുറത്തെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മൈമ വന്ന് പറഞ്ഞപ്പോഴാണ് മൊബൈൽ അപ്പോഴും റിങ് ചെയ്യുന്നത് ചാരുലത് ശ്രദ്ധിച്ച്. മൈമയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഫോൺ ചെവിയോട് ചേർത്തു. കല്യാണിക്കുട്ടി, ശകാരത്തിന്റെ കെട്ട് മുറുക്കി തന്നെ വെച്ചോളൂ. ചാരുതേ തൃശ്ശൂരെത്തി. വീട്ടിലേക്ക് വന്നിട്ട് എനിക്കുള്ള ചോദിച്ച് മേടിച്ചോളാം കേട്ടോ. കുസൃതിയോട് അമ്മയോട് അവൾ കൊഞ്ചെന്ന് കണ്ട് മൈമയുടെ ചുണ്ടിലും ചിരി വളർന്നു. മൊബൈൽ ഓഫ് ചെയ്തുകൊണ്ട് അവൾ തന്നോട് തന്നെയായി പറയുന്നുണ്ടായിരുന്നു. 13 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, പാവം. എന്നെ കാണാണ്ട് ആദ്യം കൊണ്ടായിരിക്കും നിന്നെ വിളിച്ചിട്ടുണ്ടാവുക. നിന്നെ ഇത്രയും പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതിലും അത്ര ഇരട്ടി ചിന്ത ആർക്ക് നിന്നെ പറ്റി ഉണ്ടായിട്ടല്ലേ ചാരു. നീ ഭാഗ്യവതിയാ. കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കുന്ന അച്ഛനും അമ്മയും, കൈവെള്ളയിൽ വെച്ച് താലോലിക്കുന്ന സ്വാതിയേച്ചി, ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും നിന്നെ കൺമുമ്പിൽ നിന്ന് വിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശനും. വേറെ എന്ത് സന്തോഷം എനിക്ക് കിട്ടാനുള്ളത്? എന്നെ നോക്ക്, 4 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ബാംഗ്ലൂരിലേക്ക് പോന്നിട്ട്. നിന്നെ പോലെ മാസത്തിൽ ഒരിക്കൽ പോലും നാട്ടിലേക്ക് ചെന്നിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ. പറഞ്ഞിട്ടെന്ത് ഫലം? അവരുടെ തിരക്കുകൾക്കിടയിൽ മുങ്ങിപ്പോകാൻ തക്ക വില മാത്രമേ എന്നുള്ള വാത്സല്യത്തിന് അവർ നൽകിയിട്ടുണ്ടാവൂ. നെടുവീർപ്പോടെ മഹിമ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ചാരുലത അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മഹി, അപ്പൊ ഞാനാരാ നിന്റെ? കൂട്ടുകാരിയായിട്ടല്ല, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുള്ളൂ. അന്നും ഇന്നും എന്റെ സ്വാധീനിച്ചയെ പോലെയല്ല. ഒരുപാട് വട്ടം പറഞ്ഞല്ലേ എന്റെ വീട്ടിലേക്ക് വരാൻ, നീ കേട്ടില്ലല്ലോ. മഹിമ കണ്ണീരിൽ കറന്ന മിഴികളോട് അവളെ നോക്കി. അവർക്കില്ലെങ്കിലും എനിക്ക് അവരെ കാണുന്ന കാണില്ല ചാരു. ഇത്രയും നാളായില്ലേ? ഏയ്, വീണ്ടും കണ്ണിറക്കാനാണ് നിന്റെ പുറപ്പാട്? സമ്മതിക്കില്ല കേട്ടോ മോളെ, നിന്റെ സ്റ്റേഷനെത്താറായി. മോളിലത്തെ ബെഡിൽ നിന്ന് ആ ലഗേജൊക്കെ എടുത്ത് താഴേക്ക് വെക്ക്. സന്ദർഭം തിരിച്ചുവിടാനായി ചാരുല തന്നെ ബെഡിൽ കയറി മഹിമയുടെ ബാഗിൽ വലിച്ച് പുറത്തേക്ക് ഇട്ടു. ഈ ട്രെയിൻ യാത്രയോടെ എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന് നീ വിചാരിക്കണ്ട. സ്വാദേശിയുടെ യുവാക്ക് ഏതാണ്ട് ആയിരിക്കണമെന്ന് തോന്നുന്നു. അമ്മ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഉടനെ നിന്നെ ഞാൻ വിളിക്കും. കൂടെ പോന്നേക്കണം. മഹിമയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചാരുലത അവളുടെ മുഖത്തിന് ചിരി വിടർത്തി. വീട്ടിലേക്കുള്ള പടി കടക്കുമ്പോഴേക്കും ആരോ വന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് ഒരുമിച്ചായിരുന്നു. എന്റെ ചാരു എത്തിയില്ലോ. അവളുടെ തോളിൽ മുഖം അമർത്തിക്കൊണ്ട് നിൽക്കുന്ന സ്വാതിയുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചാരുലത കവിളത്തായി ഒരു മുത്തം കൊടുത്തു. ഒരുപാട് ഓർമ്മ വന്നു എന്റെ ചേച്ചി പെണ്ണിനെ. എന്നെ ഓർത്തില്ലേ ചേച്ചി നീ? അവളുടെ തോളിൽ 2 കൈകളൂന്നി സ്വാതി നിന്നു. ഓർക്കാ പിന്നെ, 4 വർഷം മുമ്പ് ഒരു അമ്പലത്തിൽ പോകും ട്യൂഷൻ ക്ലാസ്സിലും തൊടിയിൽ കുന്നിമണികൾ പെറുക്കാൻ പോലൊക്കെ എന്റെ കാന്താരിയുടെ കൂടെയല്ലായിരുന്നു. കാറ്റ് വന്ന് വീശി പോകുന്ന പോലെ പിന്നീട് വല്ലപ്പോഴും വന്നിട്ട് നീ അങ്ങ് പോവും. വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. സ്വാതിയുടെ മുഖം വിഷാദം പൂണ്ടു. ഓഹോ, ഒറ്റക്കായി പോയതുകൊണ്ടാണോ എന്റെ ചേച്ചിക്കുട്ടി കൂട്ടിനൊരാളെ താമസിയാൻ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് കല്യാണിക്കുട്ടി പറഞ്ഞ്? നീ എങ്ങനെ അറിഞ്ഞു അത്? അവൾ ആശ്ചര്യം പൂണ്ടു. അതൊക്കെ അറിഞ്ഞു കൂട്ടിക്കോളൂ. ആരാ എന്റെ ചേച്ചിക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ രാജകുമാരൻ? അതൊക്കെ വഴിയെ പറയാൻ കുട്ടി. പടിക്ക് പുറത്തേക്ക് കയറിയില്ലേ നീ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് അവൾ തന്നെ നോക്കി ഉമ്മറത്തേക്ക് വരുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. ആഹാ, എന്റെ ഈ ഓമിദിനങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? മുത്തശ്ശി പ്രായം വീണ്ടും പുറകോട്ടാണല്ലോ. ഈ കണക്കിന് പോയ സ്വാദേശിയെ കാണാൻ വരുന്ന ആൾക്ക് പെണ്ണുമാറിപ്പോയത് തന്നെ. അവൾ 2 ആളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അതവിടെ നിൽക്കട്ടെ, എന്ത് കോലാ കുഞ്ഞേ ഇത്. സ്വാതിയേക്കാളും തടി വെച്ചിരുന്നാ നീ പോയപ്പോ ഇപ്പൊ പറമ്പിലിക്കണ മുരിങ്ങാ തണ്ട് പോലെ ആയിപ്പോയി. ചുക്കിച്ചുളിഞ്ഞ കൈവിരലുകൾ ചാരുലതയുടെ ശിരസിലൂടെ ഓടിച്ചുകൊണ്ട് മുത്തശ്ശി അവൾ ആകമാനം അളന്നുകൊണ്ട് പദം പറയാൻ തുടങ്ങി. വന്നു കയറിയപ്പോഴേ അവളെ ക്രോസ് വിസ്താരം ചെയ്യാതെന്റെ ഭാരതി, മോളകത്തേക്ക് ചെല്ല്. കല്യാണി അവിടെ അടുക്കള യുദ്ധക്കളാക്കുന്നുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയതാ. നിനക്ക് ഇഷ്ടപ്പെട്ട ഓലനും നെയ്മീ വറുത്തവും മാമ്പഴ പുളിശ്ശേരിയും കഴിഞ്ഞു. ഇപ്പൊ പ്രഥമനുള്ള വട്ടം കൂട്ടുക പാവം. മുത്തശ്ശൻ അവളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? അമ്മയുടെ രുചി പറ്റാതെ എന്റെ നാവ് പോലും എന്നോട് പിണങ്ങിയിരിക്കുക. അവൾ ബാഗ് എടുത്ത് മുൻവശത്തെ കയറ്റ് കസേരയിലേക്കിട്ട് അകത്തേക്ക് ഓടിച്ചെന്നു. ഇപ്പൊ ഇവിടെ വെച്ചിരുന്ന ഇവിടെ പോയത്? കാര്യമായിട്ട് എന്തോ അന്വേഷിക്കുന്നവർ പിന്നിലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. സ്വാതി മോളെ, പപ്പടം വറുത്തു വരാനുള്ള കണ്ണാപ്പ് വെച്ചിരുന്ന ഇവിടെ. അപ്പുറത്തുനിന്ന് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും കാണാനില്ല. എന്റെ കുട്ടി ഇപ്പൊ വരില്ലോ ഈശ്വര. വിശന്ന് വയറ് കാളിയായിരിക്കും വന്ന് കയറുന്നു. ഇതെവിടെ പോയി? വീണ്ടും പരതാൻ തുടങ്ങി അവരെ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് തോളിലൊരു ഉമ്മ വെച്ചു ചാരു. മുത്തശ്ശിയുടെ കാശെന്നെ തീർന്നിട്ടില്ല അല്ലേ കല്യാണിക്കുട്ടി? എന്തൊരു വാസനയായി ഇതിന്. ചാരുലത അമ്മയുടെ മുടിക്കെട്ടിൽ നാസിക തുമ്പ് കൊണ്ട് ഉരസി. വന്നല്ലോ അമ്മയുടെ ചാരു. രാവിലെ മുതൽ നോക്കിയിരിക്കായിരുന്നു ഞാനും അച്ഛനും. പാടത്ത് പണിക്കാർ വന്നിരിക്കുന്നു. മകരമാസല്ലേ. അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവർ ചാരുവിന്റെ നെറ്റിൽ വിയർപ്പ് തുള്ളികൾ വിരൽ കൊണ്ട് തുടച്ചു. ഓടിക്കതച്ചാണ് വന്നല്ലേ കുട്ടി. എവിടെയെങ്കിലും തട്ടി വീണിരുന്നെങ്കിലോ? അവർ വേവലാതിയോടെ അവളുടെ കൈകളും കവിളുമൊക്കെ തലോടാൻ തുടങ്ങി. നിന്നെ കാണാണ്ട് എത്ര വിഷമിച്ചു എന്നറിയോ? വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്തിനാ പിന്നെ നിനക്ക് മേടിച്ചു തന്നിരിക്കണേ? അവർ ദേഷ്യപ്പെട്ടു.
എന്റെ മാതാശ്രീ, പുത്രി വന്ന് കയറിയതേലേ ഉള്ളൂ. ചോദിച്ചരങ്ങൾ തൊടുത്തെന്നെ തേജോവധം ചെയ്യാതെ. കിളുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിൽ കണ്ണോടിച്ചു. കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് എവിടെയാന്ന് നോക്കുകയാണോ ചാരുവേ? തിരിഞ്ഞു നോക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ കയ്യിലൊരു ചെറിയ മൺഭരണിയുമായി നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കണ്ടത്. ഉവ്വല്ലോ, എനിക്കറിയാലോ ആർക്കും കൊടുക്കാതെ അച്ഛൻ ചാരുവിന് വേണ്ടി ആ മാറ്റി വെക്കുമെന്ന്. ഓടിച്ചെന്ന് ആ തോളിൽ തൂങ്ങിക്കൊണ്ട് ഭരണിയിൽ കൈയിട്ടു അവൾ. മാറി നിൽക്കും മോളെ, പാടത്തുനിന്ന് വരുന്ന വഴിയാ, നനച്ചിട്ടും കൂടിയില്ല, വിയർപ്പ് നാറിയിട്ട് വയ്യ, മോളുടെ ഉടുപ്പൊക്കെ അഴുക്കാവും. അയാൾ അവളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. വീണ്ടും അച്ഛന്റെ ചാരി ചേർന്ന് നിന്നുകൊണ്ട് കണ്ണിമാങ്ങി ഊറിക്കൊണ്ട് അവൾ കൊലുന്നനെ കൊഞ്ചി. ആയിക്കോട്ടെ നീ, ആ വിയർപ്പിന്റെ മണല്ലേ ബാംഗ്ലൂരിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്വസിക്കാൻ കൊതിച്ച അച്ഛ. പറയുമ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മതി മതി, അച്ഛനും മോളും വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ, സ്വാതിയെയും മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടി വിളിക്ക്. അവൾ പോവാൻ നേരം ഒരു മിനിറ്റ് സംശയിച്ചു നിന്നു. അമ്മേ, അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ അവർ തുടർന്നു. മേശമേൽ അടച്ചു വെച്ചിരുന്ന ഡപ്പ തുറന്നു കാണിച്ചുകൊണ്ട് അവർ തുടർന്നു. കായ വറുത്ത കൊണ്ടടി കൊതിച്ചിപ്പാറു, എന്റെ കല്യാണിക്കുട്ടി. ഞാനിത് അങ്ങ് ദൂരെ ഇരുന്ന് കൊതിച്ചപ്പോഴേ ഇവിടെ ഇതിനുള്ള എണ്ണ തെളിച്ചല്ലേ. ആഹ്ലാദത്തോടെ അവൾ ഓടി വന്നവരെ ഇറുകെ പിടിച്ചു. പോയി കുളിച്ചു അമ്മയുടെ മോള്, മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ട്. ഇല വെടിപ്പായി തിരികെ വെക്കുമ്പോൾ അവളുടെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. കുറച്ചുകൂടെ ഇടട്ടെ മോളെ. അമ്മ അടുത്തുനിന്ന് വന്ന് അവിടെ ഇലയിൽ നിന്ന് വീണ്ടും വിളമ്പാൻ തുടങ്ങി. കല്യാണിക്കുട്ടിയെ, ഇപ്പൊ തന്നെ എനിക്ക് വയറ് നിലത്തോട്ടുന്ന പരുവായിട്ടോ. പ്രഥമനും കൂടി സദ്യ കഴിച്ചിട്ട് എത്ര നാളായി. മഹിമയെ ഓർമ്മ വരിക. പാവം, അവളോട് ഒറ്റപ്പെട്ടിരിക്കാവും. ചാരുവിന്റെ കണ്ണുകളിൽ ദുഃഖം നിറഞ്ഞു. മോൾ എന്തിനാ വിഷമിക്കണേ? സ്വാതി മോളുടെ കല്യാണത്തിന് ഇങ്ങോട്ടേക്ക് പോരാൻ പറയാ കുട്ടിയോട്. കുറച്ച് ദിവസം മുമ്പ് വരാൻ പറയാ. മുത്തശ്ശി ഉത്സാഹത്തോടെ പറഞ്ഞു. ഇല്ല, ഞാൻ പറയില്ല, ചാരു ദേഷ്യം ഭാവിച്ച് പറഞ്ഞു. എന്താ മോളെ? അച്ഛന്റെ ചോദ്യം കേട്ടവൾ മുഖം വീർപ്പിച്ചു. എന്താണെന്നറിയില്ലല്ലോ ആർക്കും. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരായി. എന്നിട്ടും ആരാണ് ചെക്കനെന്നോ എന്റെ സ്വാതി ചേച്ചിയുടെ പെണ്ണുകാണൽ കഴിഞ്ഞെന്നോ അവൾക്ക് ഇഷ്ടമായ ആൾക്ക് ഇഷ്ടമായെന്നൊന്നും ആരും എന്നോട് അക്ഷരം പറഞ്ഞില്ല. അത് കേട്ട് എല്ലാവരും മന്ദഹസിച്ചു. അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ചാരുവേ. സ്വാതിയുടെ കവളിൽ പൂത്തിളയും നാണം കണ്ട് ചാരുലതൊക്കെ ആകാംക്ഷയായി. എന്റെ സ്വാതി ചേച്ചിയുടെ കവൾ ഇത്രയും നിറവെക്കണേല് ആള് നിസ്സാരക്കാരനല്ലല്ലോ. പറയാമേ, ആരാ ആള്? എനിക്കറിയാവുന്ന ആളാണോ? നമ്മുടെ നാട്ടുകാരനാണോ? നാട്ടുകാരൻ മാത്രമല്ല, വീട്ടുകാരൻ കൂടിയാ. നിനക്കറിയോ ആളെ? ആരെന്ന ഭാഗത്തോടെ അവൾ നെറ്റി വിളിച്ചു. സിദ്ധാർത്ഥ്. പേര് കേട്ടത് ഹൃദയമിടിപ്പിന്റെ ഗതി ദ്രുതമാവുന്ന അവൾ അറിഞ്ഞു. സിദ്ധാർത്ഥ്? ഏത് സിദ്ധാർത്ഥാണ് അച്ഛാ? മറ്റാരുമല്ല മോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാനകിയപ്പയുടെ മകൻ, നമ്മുടെ സിദ്ധു. ഒരിക്കൽ കൂടി കാര്യങ്ങൾ അച്ഛൻ വ്യക്തമാക്കി തന്നപ്പോഴേക്കും തിരിച്ചൊന്നും പറയാനാവാതെ ചാരുലാതെ ഈറനണിഞ്ഞ നോട്ടം കൊണ്ട് കേട്ട വാക്കുകളുടെ പ്രതിധ്വനികളിൽ സ്വയം നഷ്ടപ്പെട്ടു പോയിരുന്നു. മോളെ എന്തുപറ്റി? ചുമലിൽ ആരോ തട്ടുന്നുണ്ട്. ചാരു മിഴികൾ തുറന്ന് ചുറ്റും നോക്കി. താൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. അല്ല, കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. അതായിരുന്നു. എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ മോളെ? പ്രായമേറിയ ആ സ്ത്രീയുടെ കണ്ണുകളിൽ കാരുണ്യവും സ്നേഹവും വമിച്ചിരുന്നു. ഏയ്, ഒന്നില്ല രാച്ചിയമ്മേ. എന്തൊക്കെയോ ഓർത്തങ്ങനെ ഇരുന്നു പോയി. സന്ധ്യ നേരത്തെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഈ കുട്ടി. മുറ്റത്തിനോട് ചേർന്നുള്ള നീളത്തിൽ കിട്ടിയിരുന്ന പാതാമ്പുറത്തിൽ നിന്ന് അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ചാരുലതൊക്കെ എണീക്കേണ്ടി വന്നു. അകത്തേക്ക് നടക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, നാളെ പോകണ്ടേ മോളെ? സിരകളിലൂടെ പെട്ടെന്നൊരു വിറയൽ പാഞ്ഞു പോയതുപോലെ തോന്നി ചാരുലതൊക്കെ. അതെ, പോണം. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ദൃഢമായ വാക്കുകൾ അവിടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. വരൂ മോളെ, ഭക്ഷണം കഴിക്കാം. രാച്ചിയമ്മ മുറിയിൽ വന്ന് വിളിക്കുമ്പോഴും ചാരുലത വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വിളമ്പി വെച്ചോളൂ, വന്നേക്കാം. അവളുടെ മറുപടി കേട്ടതും ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്ന് അവർ തിരിഞ്ഞടന്നു. ഇന്നേക്ക് 81-ാം ദിവസമായിരിക്കുന്നു ഈ ഒളിപ്പോര് തുടങ്ങിയിട്ട്, എല്ലാവരാലും അകന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ചാരുലത ഭിത്തിയിലെ കലണ്ടറിൽ ചുവന്ന അക്ഷരങ്ങൾ കുറുകെ മഷി വളർത്തി. എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. ടേബിളിൽ കിടക്കുന്ന ബ്രോഷറുകൾ അടുക്കി വെക്കുന്നതിനിടയിൽ വീണ്ടും ആ പേര് ശ്രദ്ധയിൽപ്പെട്ടു. ലൈഫ് കെയർ ഹോസ്പിറ്റൽ. ഏറ്റവും നല്ല ഡോക്ടേഴ്സിന്റെ നിരന്നിടക്കുന്ന കോളങ്ങളിലെ ആദ്യ ചിത്രം ഡോക്ടർ സിദ്ധാർത്ഥ് മേനോൻ. വിറക്കുന്ന കൈകളോടെ അവൾ ആ കടലാസം മെല്ലെ എടുത്തു. വീണ്ടും കാലചക്രങ്ങളിലേക്ക് ഓർമ്മകൾ ഊളിയിട്ടു. സ്വാതി കിടക്കവിരി മാറ്റുകയാണ്. ചാരു ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നുകൊണ്ട് ചിന്തിച്ചു. ജാനകിയപ്പയും അച്ഛനുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള വിരോധം മാറ്റാനായിരിക്കുമോ ഈ ഒരു വിവാഹാലോചന? എത്ര ആലോചിച്ചിട്ടും ചാരുവിന് മനസ്സിലായില്ല. പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന 3 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങൾ. രണ്ടാമത്തെ കുട്ടിയായിരുന്ന ജാനകിയപ്പ. ഒറ്റപുത്രിയായതുകൊണ്ട് തന്നെ നാടറിഞ്ഞ് തന്നെ വിവാഹം നടത്തണമെന്ന് മുത്തശ്ശന് നിർബന്ധമായിരുന്നു. പക്ഷേ വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ പാകത്തിൽ. ആ സത്യം ജാനകിയപ്പയിലൂടെ എല്ലാവരും അറിഞ്ഞത്. അവർ പറയാൻ ആഗ്രഹിക്കാത്ത, അറിയപ്പെടാത്ത ഏതോ ഒരാളുടെ ജീവന്റെ അംശം വയറ്റിൽ പേറിയിരിക്കുന്നുവെന്ന്. മൂടിവെക്കാനും മറക്കപ്പെടാനും എത്ര ശ്രമിച്ചിട്ടും സത്യം തറവാടിന്റെ മുറികളും ഗോവണിയും പടിപ്പുരയും കടന്ന് പുറം ലോകത്തിന്റെ വായ്ത്താരയിൽ ഇടം പിടിച്ചു. മാനക്കേട് ഭയന്ന് മുത്തശ്ശൻ ജാനകിയപ്പയെ പടിയടച്ച് പിണ്ഡം വെച്ചു. ഭ്രഷ്ട് കൽപ്പിച്ച തറവാട്ടിൽ നിന്ന് മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് കൂടിയായിരുന്നു. എല്ലാ അമ്മ പറഞ്ഞുള്ള അറിവുകൾ മാത്രം.
അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അമ്മ തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. ജാനകിയപ്പയെക്കുറിച്ച് ഇറക്കി വിട്ടതിന് ശേഷം ആരുടെ ഭാഗത്തൊന്നും അന്വേഷണം ഉണ്ടായില്ല. ആ കുഞ്ഞിന്റെ അച്ഛനൊപ്പമാണോ അതോ വേറെതെങ്കിലും പറഞ്ഞറിയിക്കാനാവാത്ത അവസ്ഥയിലാണോ എന്നൊക്കെ ആലോചിച്ച് വേവലാതിപ്പെടുന്ന ഓർത്തോർത്ത് കരയുന്ന മുത്തശ്ശിയുടെ മുഖം ഇപ്പോഴും കൺമുമ്പിലുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു തറവാടിനോട് ചേർന്നുള്ള വീട്ടിൽ പുതിയ താമസക്കാരെത്തിയ വിവരമറിഞ്ഞ് സ്വാതിയേച്ചിയും താനും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാ കുസൃതി തരത്തിനും കൂടെ ഉണ്ടായിരുന്നു. പഴയൊരു അംബാസിഡർ കാറിൽ നിന്നിറങ്ങിയ വെളുത്ത് നിതമ്പം മറക്കുമാറ് മുടി കവിഞ്ഞ സുന്ദരിയായ സ്ത്രീയെ തെച്ചിമരത്തിന്റെ മറവിൽ നിന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു. അതിന് പുറകിലിറങ്ങിയ പൊക്കമുള്ള മനുഷ്യനെയും അദ്ദേഹം പിടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. കൈക്കെന്തോ സ്വാധീനക്കുറവ് പോലെ. ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ സുധീരനെ ചുട്ടുകരിച്ചേനെ അദ്ദേഹം. പിറിവിരുത്തുകൊണ്ട് മുത്തശ്ശി കണ്ണിൽ വെള്ളം വാർക്കുന്നുണ്ടായിരുന്നു. സ്വാതിയേച്ചി മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോയപ്പോഴും താൻ അവിടെ തന്നെ നിന്നത് എന്തിനായിരുന്നു? ജാനകിയപ്പയുടെ നോട്ടത്തിന് വേണ്ടിയോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവരെയൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അല്ലായിരുന്നു, ഒരു പേര്. അതാണ് തന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. കാറിനകത്തേക്ക് നോക്കി ജാനകിയപ്പ വാത്സല്യത്തോടെ വിളിച്ച പേര് സിദ്ധു. തെച്ചിപ്പൂക്കളുടെ മറവിൽ മുഖം വ്യക്തമാവാഞ്ഞിട്ട് കൂടി ആഴത്തിൽ പതിഞ്ഞ 2 മിഴികളുടെ തീക്ഷ്ണത അതാണ് തന്നെ അവിടെ നിലയുറപ്പിച്ച് നിർത്തിയത്. ചുമലിൽ ആരോ കൈവച്ചപ്പോൾ കണ്ടു അമ്മ തന്നെ നോക്കി നിൽക്കുന്നു. അതാണ് മോളുടെ ജാനകിയപ്പച്ചി, അമ്മയുടെ ഏടത്തി. അതാരമ്മേ? കാറിൽ നിന്നിറങ്ങിയ പയ്യനെ ചൂണ്ടി താൻ ചോദിച്ചു. അത് അപ്പച്ചിയുടെ മകനാ ചാരു. കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ അമ്മയ്ക്ക്. അകത്തേക്ക് വാ. ഇവിടെ നിൽക്കുന്ന അച്ഛൻ കണ്ടാൽ ഇനി അത് മതി. അകത്തളത്തിലേക്ക് നടക്കുമ്പോൾ ദേഷ്യവും അരിശവും കൊണ്ട് മുത്തശ്ശിയോട് കേൾക്കുന്ന മുത്തശ്ശനെ കണ്ടു. എന്ത് ധൈര്യത്തിൽ അവൾ ഇവിടേക്ക് തന്നെ കയറി വന്ന് ഒരു കൈ എടുത്തിട്ടോ അതുങ്ങളുടെ അഹങ്കാരം തീർന്നില്ലല്ലേ? നീയാണോ ഒക്കത്തിനും കാരണം? തലകുമ്പിട്ടിരിക്കുന്ന മൂത്ത വല്യച്ഛനെ നോക്കി മുത്തശ്ശൻ അലറി. ആളും തരവും നോക്കാതെ കണ്ട ഏപ്യന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചു തൽക്കരിച്ച് പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കി കൊടുത്ത മഹാൻ 18 കൊല്ലങ്ങൾക്ക് മുമ്പ് പടിയിറക്കി വിട്ടതാ ഞാൻ അവളെ ഈ തറവാട്ടിൽ നിന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.